അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പും തുളസി പാർലമെൻറ്റിലും അസംബ്ലിയിലും മത്സരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 2000-ലാണ് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഈ പോസ്റ്ററുകളുടെ കാര്യം പറയുമ്പോൾ താങ്കൾക്കെതിരെയും പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തുളസി ടീച്ചർ അവർ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ്, താങ്കളുടെ ഭാര്യ കൂടിയാണ്. അപ്പോൾ അവർ കോങ്ങാട് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം പോസ്റ്ററുകളുണ്ട്. അത് പൊതുസമൂഹത്തിന് അറിയാലോ. ഞാൻ തുളസിയെ പരിചയപ്പെടുന്നത് പാർലമെൻറ്റ് ഇലക്ഷൻ UDF സ്ഥാനാർത്ഥി ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പും തുളസി പാർലമെൻറ്റിലും അസംബ്ലിയിലും മത്സരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 2000-ലാണ് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. KPCC എക്സിക്യൂട്ടീവ് മെമ്പറായത് തെന്നല ബാലകൃഷ്ണപിള്ള KPCC പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. എന്നെക്കാളും മുമ്പാണ്. ഞാൻ KPCC എക്സിക്യൂട്ടീവ് മെമ്പറാകുന്നത് പിന്നീടാണ്. അപ്പോൾ എന്നെക്കാളും പാർട്ടിയിൽ പല പദവികളും അതുപോലെ അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ UDF ആലോചിക്കുന്നത് ആരുടെ ഭാര്യ ഭർത്താവ് എന്നല്ല, ഓരോ മണ്ഡലത്തിൻ്റെയും സ്വഭാവം, അവിടേക്ക് പറ്റിയ സ്ഥാനാർത്ഥി, വിജയസാധ്യത, അത് ഒരിക്കലും ഭാര്യ ഭർത്താവ് മാനദണ്ഡത്തിലല്ല. അങ്ങനെ ഉള്ള പാർട്ടി CPM ആണ്. സത്യത്തിൽ കോൺഗ്രസ്സിൽ അങ്ങനെ നടക്കില്ല. അപ്പോൾ പാർട്ടിയിൽ പരിചയസമ്പന്നത, അതുപോലെ സമൂഹത്തിൽ ഒരു സ്ഥാനം, 2 വിജയസാധ്യത, അത് വെച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതും ഇതുമായിട്ട്, അതായത് ഭാര്യ ഭർത്തൃ ബന്ധം നോക്കിയിട്ടല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ ഈ കോങ്ങാട് കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ പട്ടാമ്പി ഈ കോൺഗ്രസ് ലീഗിന് വിട്ട് നൽകാനുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. CMP മത്സരിച്ചിരുന്ന നെന്മാറ കോൺഗ്രസ് ഏറ്റെടുക്കുക, ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു അന്തിമ ധാരണയിൽ എത്തിയിട്ടുണ്ടോ? അത് തീരുമാനിക്കുന്നത് ജില്ലയെന്നല്ല. ഒന്ന്, സ്റ്റേറ്റ് തലത്തിൽ UDFൻ്റെ ഉന്നതാധികാര സമിതിയാണ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയൊക്കെ സീറ്റ് വെച്ച് മാറണം. ഈ പട്ടാമ്പിയായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. പട്ടാമ്പിയും തിരുവമ്പാടിയായിട്ടും നേരത്തെ പട്ടാമ്പി ഗുരുവായൂരുമായിട്ടൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷെ അന്തിമ തീരുമാനം ഇന്നെടുക്കും എന്നാണ് അറിഞ്ഞത്. കോങ്ങാട് അഥവാ കോൺഗ്രസിനാണെങ്കിൽ അതുപോലൊരു സംവരണ മണ്ഡലമായിരിക്കും ലീഗ് മറിച്ച് എടുക്കുക. നെന്മാറത്തെ കാര്യം ഏകദേശം തീരുമാനമായതായിട്ടാണ് അറിയാം. പക്ഷെ പ്രഖ്യാപനം വന്നിട്ടില്ല. UDFൻ്റെ ഉന്നതാധികാര സമിതി മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കും. ആരായാലും ശരി UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം.